ഹായ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മിസ് പറയാൻ പോകുന്നത് എന്താണ് 6 മാസം കൊണ്ടുള്ള +2 അല്ലെങ്കിൽ 6 മാസം കൊണ്ടുള്ള SSLC NIOSൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇതിൻ്റെ വാല്യൂ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. NIOS എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡിൻ്റെ കീഴിലാണ് നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് 6 മാസം കൊണ്ടുള്ള +2ഉം 10th നേടിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു NIOSൽ +2 ചെയ്യണമെങ്കിൽ എന്തെങ്കിലും മാൻഡേറ്ററി ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ +2 ഇനിയിപ്പം +2 കഴിഞ്ഞ് വേറൊരു കോഴ്സിന് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ചേരണമെങ്കിൽ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് വാല്യൂ ഉണ്ടാവുമോ, അങ്ങനെയുള്ള കുറേ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ. കാരണം എന്താണ്, ഓൾറെഡി 1 വർഷം 2 വർഷമൊക്കെ എടുത്തിട്ടാണ്, 2 വർഷം +2നും അതുപോലെ തന്നെ 1 വർഷം എടുത്തിട്ടുമാണ് സാധാരണഗതിയിൽ നമ്മളെല്ലാ കേരളത്തിലുള്ള ബാക്കി കേരള ബോർഡുകളും CBSEയും ഒക്കെ തന്നെ നമുക്ക് +2ഉം SSLCയും ഒക്കെ തരുന്നത് അല്ലേ. അപ്പം ഇതുപോലെ 6 മാസം കൊണ്ട് ഒരു +2, 6 മാസം കൊണ്ടൊരു 10th ക്ലാസ് എന്ന് പറയുമ്പോൾ ഈ സ്റ്റുഡൻസിനൊക്കെ കേൾക്കുമ്പോൾ ഒരു അതിശയമാണ്. എന്തുകൊണ്ടാണ് ഇത് 6 മാസം കൊണ്ട് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്, അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ ഉണ്ടാവില്ല എന്നുള്ള അസംഷൻസ് ഒക്കെ ഒരുപാട് സ്റ്റുഡൻസ് മറ്റു സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയാറുണ്ട്. നമ്മളിപ്പോൾ NIOSൽ സ്റ്റുഡൻസ് ഇങ്ങനെ ചെയ്യണം, 6 മാസം കൊണ്ട് +2 വേണം, SSLC വേണം എന്നൊക്കെ ആഗ്രഹിച്ച് വരുമ്പോൾ ആ കുട്ടികളെയൊക്കെ എന്താ പറയുക, ഒരു ഇതിൻ്റെ വാല്യൂവിനെ കുറിച്ച് ഉള്ള തെറ്റിദ്ധാരണകൾ പറഞ്ഞുകൊണ്ടും ഒക്കെ പിന്തിരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പം ഇനി ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ മിസ് ഉദ്ദേശിക്കുന്നത് NIOSൻ്റെ ഈ 6 മാസത്തെ +2 ആയാലും SSLC ആയാലും അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്കിപ്പം അറിയാം, ഓൾറെഡി ഒരു +2 കയ്യിലില്ലാത്തവരുടെ വിഷമം എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു 10th ക്ലാസ് എന്നുള്ള ഒരു യോഗ്യത പോലും കയ്യിലില്ലാത്തവരുടെ വിഷമം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് വരുന്നത് കൊണ്ട് തന്നെ അവരെത്രത്തോളം ഈ ഒരു +2 അല്ലെങ്കിൽ SSLC ഇല്ലാത്തത് കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നേരിട്ട് അനുഭവിച്ചറിയുന്ന കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ NIOSൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറയുന്ന ഈ ഒരു ബോർഡിൻ്റെ കീഴിൽ നിങ്ങൾക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോർഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ബോർഡ് ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സർട്ടിഫിക്കറ്റിന് ഇത്രയും വാല്യൂ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണഗതിയിൽ കേരള ബോർഡിൽ നിങ്ങളൊരു +2 ചെയ്തതിന് ശേഷം നിങ്ങൾ എന്തൊക്കെ കോഴ്സുകൾ ചെയ്യുമോ അതെല്ലാം നിങ്ങൾക്ക് NIOSൻ്റെ ഈ ഒരു 6 മാസക്കാലം കൊണ്ട് നേടിയെടുത്തിട്ടുള്ള +2 കൊണ്ടും ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ചെയ്തിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് നമ്മളെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. നീറ്റ് എക്സാം എഴുതിയിട്ടുള്ള സ്റ്റുഡൻസ്, ഇത് കഴിഞ്ഞതിന് ശേഷം പാരാമെഡിക്കൽ അങ്ങനെയുള്ള കോഴ്സുകൾ ചെയ്തിട്ടുള്ള കുട്ടികൾ, ഡിഗ്രി സാധാരണഗതിയിൽ തന്നെയുള്ള ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലാതെ സാധാരണ നമ്മൾ കോളേജിൽ പോയിട്ട് ഇയർലി നമ്മൾ ഓരോ സെമ്മും അറ്റൻഡ് ചെയ്തിട്ടുള്ള നോർമൽ കോളേജ് ഡിഗ്രി ചെയ്ത സ്റ്റുഡൻസും അതുപോലെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിഗ്രി ചെയ്ത സ്റ്റുഡൻസും ഒക്കെ നമുക്ക് ഇവിടുന്ന് പാസ് ഔട്ടായി പോയതിന് ശേഷം ചെയ്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും NIOSൻ്റെ ഈ ഒരു വാലിഡിറ്റിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ടതില്ല. നിങ്ങൾക്ക് NIOSൻ്റെ സൈറ്റ് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നിങ്ങൾ NIOSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ ആ ഒരു വാലിഡിറ്റിയെ കുറിച്ചൊക്കെ പറയുന്നത് കൃത്യമായിട്ട് വായിച്ചു നോക്കാവുന്നതാണ്. അതോടൊപ്പം ഈ ഒരു NIOS +2 അല്ലെങ്കിൽ 10th ക്ലാസ് 6 മാസം കൊണ്ട് നേടിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ +2 ആണെങ്കിൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് 3 സ്ട്രീമുകളായിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ 3 സ്ട്രീമുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, നിങ്ങൾക്ക് മുമ്പോട്ട് എന്ത് പഠിക്കണം എന്നാണ് താല്പര്യം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നിങ്ങളുടെ +2 തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ +2 നിങ്ങൾക്ക് അറിയാം, +2 നിങ്ങളിപ്പോൾ സയൻസ് എടുത്തു കഴിഞ്ഞാൽ സയൻസ് സംബന്ധമായിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോഴ്സുകൾ നിങ്ങൾക്ക് മുന്നോട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും അല്ലേ. ഇപ്പോൾ സയൻസ് എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് മിക്കവാറും എന്താണ് നീറ്റ് എക്സാം ഒക്കെ എഴുതണം എന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് മിക്കവരും. സയൻസ് അല്ലാതെ കേരള ബോർഡും CBSE ബോർഡും ഒക്കെ ചെയ്തിട്ട് മാർക്ക് കുറഞ്ഞവരും ഫെയിലായവരും അവിടെ വെച്ച് എന്താ പറയുക ഡ്രോപ്പ് ചെയ്യാതെ അവരുടെ ലക്ഷ്യം ഈ ഒരു NIOSലൂടെ നേടിയെടുത്ത എത്രയോ സ്റ്റുഡൻസിനെ എനിക്ക് ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് മുമ്പ് കാണിച്ചു തരാൻ വേണ്ടി പറ്റും. അപ്പം
ഇത്തരത്തിൽ NIOS സയൻസ് നിങ്ങൾക്ക് സയൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് നമ്മളിപ്പം ലാംഗ്വേജ് സബ്ജക്റ്റ് 2 എണ്ണം വേണം, ഇംഗ്ലീഷും അതുപോലെ തന്നെ മലയാളം എടുക്കേണ്ടവർക്ക് മലയാളം എടുക്കാം. ഇനി മലയാളം അല്ല അറബിയാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ എന്നുള്ളവർക്ക് അറബി എടുക്കാം, ഉറുദു എടുക്കാം. അങ്ങനെ ഏത് പ്രാദേശിക ഭാഷ വേണമെങ്കിലും നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് NIOSൽ എടുക്കാവുന്നതാണ്. അപ്പോൾ 2 ഈ ഒരു ലാംഗ്വേജ് സബ്ജക്ട്സും 3 മെയിൻ സബ്ജക്റ്റും അടക്കം 5 സബ്ജക്റ്റുകളാണ് നിങ്ങൾ മിനിമം NIOSന്റെ ഒരു വാലിഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യേണ്ടത്. അത് +2 ആണ് ചെയ്യുന്നതെങ്കിൽ സയൻസ് സംബന്ധമായിട്ടുള്ള 3 മെയിൻ വിഷയങ്ങൾ എടുക്കാം. ഇംഗ്ലീഷും മലയാളവും അല്ലെങ്കിൽ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ ഒഴിച്ചതിന് ശേഷം ആ ഒരു 2 ലാംഗ്വേജ് സബ്ജക്റ്റ് ഒഴിച്ചതിന് ശേഷം ബാക്കി 3 സബ്ജക്റ്റുകൾ നിങ്ങൾ സയൻസിൻ്റെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി പോലുള്ള 3 സബ്ജക്റ്റ് എടുക്കാം. ഇനി മാത്സ് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പഠിക്കുമ്പോൾ നിങ്ങളുടെ ഡിഗ്രി ഒക്കെ മാത്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, BSc മാത്സ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പം അങ്ങനെയാണെങ്കിൽ മാത്സ് നിങ്ങൾക്ക് മസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എടുക്കുന്നതിൽ നിങ്ങൾക്ക് മാത്സ് കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സയൻസ് സ്ട്രീമിൽ സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കാം. ഇനി ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഇതേപോലെ തന്നെയാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിന് തന്നെ പല കോഴ്സുകൾ അവൈലബിൾ ആണ് അല്ലേ, പല ഡിഗ്രികൾ അവൈലബിൾ ആണ്. അപ്പം അതൊക്കെ ചെയ്യണമെന്നാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, +2 കൊമേഴ്സ് എടുക്കുന്ന സമയത്ത് അക്കൗണ്ടൻസി നിർബന്ധമായിട്ട് എടുക്കണം. ഇംഗ്ലീഷ്, മലയാളം അല്ലെങ്കിൽ ഹിന്ദി എടുത്തു കഴിഞ്ഞാൽ ബാക്കി 3 സബ്ജക്റ്റുകൾ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ് ഇതിലേതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി ഹ്യൂമാനിറ്റീസ് ആണെങ്കിലോ, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഇംഗ്ലീഷും മലയാളം, ഹിന്ദി, ഉറുദു അല്ലെങ്കിൽ അങ്ങനെ സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ എടുക്കാവുന്നതാണ്. ശേഷം നിങ്ങൾ മെയിൻ സബ്ജക്റ്റുകളായിട്ട് ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി ഇവ 3ഉം തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കണം നിങ്ങൾ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കേണ്ടത്. ഇനി സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, മിനിമം 5 സബ്ജക്റ്റ് എങ്കിലും നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതണം എന്നുള്ളതാണ്. 5 സബ്ജക്റ്റ് നിങ്ങൾ തിരഞ്ഞെടുത്തു, NIOSൽ രജിസ്ട്രേഷൻ ചെയ്തു, സ്ട്രീം നിങ്ങൾ തിരഞ്ഞെടുത്തു. ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ആണെങ്കിൽ അത്, സയൻസ് ആണെങ്കിൽ അത്. ഇനി ഈ ഒരു രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എക്സാം രജിസ്ട്രേഷൻ സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ സമയത്ത് നിങ്ങൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്യുക. 5 സബ്ജക്റ്റുകളും നിങ്ങൾ എഴുതി, എക്സാം എഴുതി 5 സബ്ജക്റ്റും നിങ്ങൾ പാസ്സായി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള +2 സർട്ടിഫിക്കറ്റ് ലഭ്യമാവുന്നതാണ്. ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് എപ്പോഴാണ്, നിങ്ങളുടെ എക്സാം എഴുതി കഴിഞ്ഞു, റിസൾട്ട് വന്നിട്ടും 45 ഡേയ്സ് കഴിഞ്ഞിട്ടാണ്. NIOSന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ ഇപ്പോൾ വരുന്നത് പോസ്റ്റൽ വഴിയാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ചെയ്ത സ്റ്റുഡൻസ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാമായിരിക്കും. നിങ്ങൾ ഫെയിൽ ആയി കഴിഞ്ഞാലും പണ്ടൊക്കെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വരാറുണ്ടായിരുന്നു. പക്ഷേ ഇനി മുതൽ നിങ്ങൾ 5 സബ്ജക്റ്റ് പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭ്യമാവുകയുള്ളൂ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിൽ NIOSൽ 6 മാസം കൊണ്ടുള്ള +2 ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്, 6 മാസം കൊണ്ടുള്ള SSLC ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ ഇതേപോലെ ആയിരിക്കണം നിങ്ങൾ സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കേണ്ടത്. മിനിമം 5 സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കണം. അതിൽ 2 എണ്ണം എന്തായിരിക്കണം, ലാംഗ്വേജ് സബ്ജക്റ്റ് ആയിരിക്കണം, ഇംഗ്ലീഷും, മറ്റൊന്ന് നിങ്ങളുടെ പ്രാദേശിക ഭാഷകളായിട്ടുള്ള ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പം ഇത്രയുമാണ് സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇത്തരത്തിൽ നിങ്ങൾക്ക് 6 മാസം കൊണ്ട്, ഇനി 6 മാസം എന്ന് പറയുമ്പോൾ ഈ 6 മാസം കൊണ്ടാണെങ്കിൽ ഒരു വർഷത്തിൽ എത്ര എക്സാം ഉണ്ടാവുമെന്നുള്ള ഒരു സംശയം ഉണ്ടാവും അല്ലേ. NIOSൽ പൊതുവെ ഒരു വർഷത്തിൽ 2 ബാച്ചുകളായിട്ടാണ് എക്സാം നടക്കാറുള്ളത്. ഒരു ബാച്ച് എന്ന് പറയുന്നത് ഏപ്രിൽ, മെയ് മാസം നടത്താറുള്ള ഒരു പബ്ലിക് എക്സാം ആണ്. ഇനി അതല്ലാതെ വരുന്ന അടുത്ത ബാച്ച് എന്ന് പറയുന്നത് ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ വരുന്ന എക്സാം ആണ്. അപ്പോൾ ഈ 2 ബാച്ചുകളിലായിട്ടാണ് നോർമലി പബ്ലിക് എക്സാംസ് NIOS കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം എക്സാമിന് വേണ്ടിയിട്ടുള്ള NIOSന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും ഒക്കെ വളരെ നേരത്തെ തന്നെ ആയിരിക്കും. അപ്പം ഏപ്രിൽ, മെയ് മാസത്തിൽ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻസ് ഒക്കെ ക്ലോസ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി NIOSൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് 2025 ഏപ്രിൽ, മെയ് ബാച്ചിൽ എക്സാം എഴുതാൻ പറ്റില്ല. കാരണം അതിൻ്റെ
എക്സാമിൻ്റെ രജിസ്ട്രേഷൻസ് ഒക്കെ നേരത്തെ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്? ഒക്ടോബർ 2025 ഒക്ടോബർ മാസത്തേക്കുള്ള ആ ഒരു ബാച്ചിൻ്റെ രജിസ്ട്രേഷനാണ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ടുന്ന ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിലെ ഹെൽപ്പ് ഡെസ്കുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പം NIOSൽ ഒരു 6 മാസം കൊണ്ടുള്ള +2 അല്ലെങ്കിൽ SSLC നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ മിനിമം 5 സബ്ജക്റ്റ് എങ്കിലും തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി സംബന്ധിച്ച് നിങ്ങൾക്ക് ഇനിയും സംശയങ്ങളുണ്ട്. എന്താണ് NIOS 6 മാസം കൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു എക്സാം എന്നുള്ളതിൽ നിങ്ങൾക്ക് ഇനിയും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്, കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്ത് തന്നെയുള്ള എൻക്വയറീസ് ആണെങ്കിലും വരും വീഡിയോകളിൽ നമ്മൾ തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ NIOSൽ 6 മാസം കൊണ്ട് +2 അല്ലെങ്കിൽ SSLC ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇനിയും എൻക്വയറീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതുപോലെ തന്നെ NIOSൻ്റെ എക്സാംസിനൊക്കെ വേണ്ടി ഇനി പ്രിപ്പയർ ചെയ്യണം, അതിനുള്ള മെറ്റീരിയൽസ് ഒക്കെ എവിടെ കിട്ടും എന്നുള്ളതൊക്കെയാണ് നിങ്ങളുടെ സംശയമെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിലെ സ്റ്റുഡൻസ് +2 SSLCക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം ഗൈഡ് ബുക്ക് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഹാർഡ് കോപ്പീസ് നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അതല്ല സോഫ്റ്റ് കോപ്പികളും ആ ഒരു PDF-കളൊക്കെ നോക്കി നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, പ്രീവിയസ്ലി സോൾവ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ലഭ്യമാവുന്ന നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ലേൺ സ്റ്റോർ വഴി നിങ്ങൾക്ക് PDF-കൾ പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ഉണ്ട് അല്ലേ. അപ്പം അത് ആ ഒരു വെബ്സൈറ്റ് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പം അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള NIOSൻ്റെ ഓരോ ഇയർലി സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുപോലെ തന്നെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള നോട്ടുകളുണ്ട്, ഷോർട്ട് നോട്ടുകളുണ്ട്, ഗൈഡ് ബുക്കുകളുണ്ട്. ഇതൊക്കെ നമ്മൾ ലേൺ സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പം NIOSൻ്റെ ഇതുപോലത്തെ അപ് ടു ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഇൻഫോം ചെയ്യുന്ന വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ചാനൽ നമുക്കുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കൊടുക്കുന്നുണ്ട്. കൂടുതൽ നിങ്ങളുടെ എൻക്വയറീസ് ഒക്കെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തിക്കോളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ താങ്ക് യു.